പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഒരു ദുബായ് വ്ലോഗാണ്. അവിടെ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്ത വിശേഷവും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ദുബായിൽ ദയറയിൽ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ താമസിച്ച്. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് കയറുവാണ്. നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ. അതിൻ്റെ റിസപ്ഷനൊക്കെ കണ്ടോ, എന്ത് രസമായിട്ടാണ് അവർ ഡെക്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു 1 ഡേ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു ദിവസത്തെ രാത്രിത്തെ സ്റ്റേ മാത്രമേ ഉള്ളൂ. നാളെ ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ നമുക്ക് റൂമൊക്കെ സെറ്റായി. നമുക്ക് 11th ഫ്ലോറാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് കയറുവാണ്. റൂം തുറക്കുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂമും റൈറ്റ് സൈഡിലൊരു ലോങ് മിററും ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിൽ TV യൂണിറ്റും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ബെഡും ആണ്. റൂമിൻ്റെ കളർ തീമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഒരു നല്ലൊരു ന്യൂട്രൽ ഷെയ്ഡ് കളേഴ്സ് ആയിരുന്നു. പിന്നെ ലൈറ്റിങ്സ് ആയാലും എല്ലാം നല്ലൊരു രസമുള്ള റൂമായിരുന്നു. പിന്നെ നമ്മളിവിടെ അധികം നേരം നിൽക്കത്തില്ല, ഷോപ്പിങ്ങിനൊക്കെ പോകാനാണ് പ്ലാൻ. ദയറ സിറ്റി സെൻറ്ററിലും പിന്നെ വേറെ പല മോളിലൊക്കെ ആയിട്ട് പോയി കറങ്ങിയിട്ട് വരാനാണ് പ്ലാൻ. റൂമിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ വുഡൻ ഫ്ലോറിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ വാർഡ്രോബ്സ് ആയാലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അയൺ ചെയ്യാനുള്ള അയൺ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലോങ് മിറർ. ഞാൻ അവിടെ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയൊരു കോഫി സ്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കെറ്റിലും പിന്നെ കോഫി പൗഡേഴ്സൊക്കെ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെയായിരുന്നു ഒരു ചെറിയൊരു ഫ്രിഡ്ജും. വന്ന ഉടനെ തന്നെ നമ്മളൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. ക്ഷീണിച്ച് വന്നതാണല്ലോ ഡ്രൈവൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. പിന്നെ നമ്മൾ ഈ 11th ഫ്ലോറിലായതുകൊണ്ട് തന്നെ താഴോട്ട് നല്ല വ്യൂ ആയിട്ടോ, കാറൊക്കെ പോകുന്നത് കാണാൻ. പിന്നെ ഇവിടെ എല്ലാം ഹൈ സ്റ്റോറേജ് ബിൽഡിങ്സ് ആണല്ലോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ സ്റ്റേക്കേഷനൊക്കെ പോകാറുണ്ടോ? ദുബായിലുള്ളവരാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, നല്ല സ്ഥലങ്ങൾ എവിടെയാണെന്നൊക്കെ പോകാനേ. ഇതാണ് വാഷ്റൂം കേട്ടോ. എൻട്രൻസിൽ നിന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിരുന്നു വാഷ്റൂം. അപ്പം നല്ല കളർ തീമായിരുന്നു, വൈറ്റും ഗ്രേ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ റൂമിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത ദിവസമായി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ആ ഹോട്ടൽ റൂമിൽ മുകളിലത്തെ ഡെക്കറൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ, നല്ല രസമില്ലേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കാം. ഇത് നമ്മുടെ പാൻ കേക്ക്, ഫ്രഞ്ച് ടോസ്റ്റ്, ഡോനട്ട്, കേക്ക്സ്, മഫിൻസ്, ക്രോസൻ അങ്ങനത്തെ സെക്ഷനാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ. ഞാൻ ഇവിടെ നിന്നാണ് അധികം സാധനങ്ങൾ എടുക്കാറ്. ജങ്കാണെന്നറിയാം, എന്നാലും ഇതൊക്കെ കഴിക്കാനാണ് കൂടുതലിഷ്ടം. പിന്നെ ഒരു ജ്യൂസിൻ്റെ ഒരു കോർണർ ഉണ്ടായിരുന്നു, അവിടെ വാട്ടർമെലൺ ജ്യൂസും ആപ്പിൾ ജ്യൂസും അങ്ങനെയൊക്കെ. ഈ സെക്ഷൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സോസേജും അങ്ങനത്തെ ഒക്കെ സെക്ഷനാണ്. എനിക്കത് വലിയ താല്പര്യമില്ല. പിന്നെ ഈ മഷ്റൂമിൻ്റെ ഒരു ഡിഷ് ഞാൻ എടുത്തായിരുന്നു. പിന്നെ എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ എടുത്തില്ല, ഒരു ബീൻസിൻ്റെ ഒരു കറിയായിരുന്നു. ഇത് മീറ്റ് ഫില്ല് ചെയ്തൊരു സ്നാക്കും ഹാഷ് ബ്രൗണും ആയിരുന്നു. ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സെക്ഷൻ. അത് വിട്ടൊരു കളിയില്ല കേട്ടോ. നമ്മുടെ സാമ്പാറുണ്ട്, പിന്നെ അടുത്ത് ഉഴുന്നുവടയുണ്ട്. ഇതിലില്ലായിരുന്നു കേട്ടോ. പിന്നെ ഉഴുന്നുവടയും പാവ് ബജിയുടെ സെറ്റുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഇഡലിയും സാമ്പാറൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഈ സെക്ഷനൊന്നും അധികം എടുത്തിട്ടില്ല. നമ്മൾ എന്തൊക്കെയാണ് കഴിക്കാൻ എടുത്തെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയായിട്ടോ എടുത്തത്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു. രാവിലെ ഫ്രൈഡ് റൈസ് ഒന്നും കഴിക്കാത്ത ഞാനാണ് കേട്ടോ ആദ്യമായിട്ട് ഫ്രൈഡ് റൈസ് രാവിലെ കഴിക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമാണ് ചൈനീസ് ഡിഷൊക്കെ.
ഹസ്ബൻഡും മോനും ഒക്കെ സോസേജും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ അവരൊന്നും റൈസ് എടുത്തില്ല. പിന്നെ ലൈവ് കൗണ്ടർ ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് ഓംലെറ്റ് പറയാം, സ്ക്രാമ്പിൾഡ് എഗ്ഗ് പറയാം. അപ്പോൾ നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗും ചീസ് ഓംലെറ്റും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഷ്റൂം ടോസ്റ്റൊക്കെ നല്ലതായിരുന്നു. പിന്നെ വേറെ ചിക്കൻ്റെ ഡിഷൊന്നും കണ്ടില്ല, സോസേജൊക്കെ ഉള്ളതുണ്ടാവും. പിന്നെ ഈ ചീസ് ഓംലെറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അത് ഹസ്ബൻഡ് ഓർഡർ ചെയ്ത്, പക്ഷേ മുക്കാലും കഴിച്ചത് ഞാനാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ എളുപ്പം. ഓംലെറ്റിനുണ്ടാക്കി അകത്ത് ചീസ് വെച്ച് ജസ്റ്റ് ഒന്ന് മടക്കിയാൽ മാത്രം മതി, നല്ല മെൽറ്റായി കിട്ടും. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാൻ കേക്കും ഈ മഫിൻസും ഒക്കെ ആയിട്ട് കഴിച്ചു. ഇത് സാമ്പാർ വടയാണ് കേട്ടോ, അത് ഹസ്ബൻഡിൻ്റെ. പിന്നെ നമ്മളങ്ങനെ ഇരുന്നപ്പോൾ ഒരു ബ്രൊക്കോളി ഫ്രൈ കൊണ്ടുവന്നു കേട്ടോ അവിടുത്തെ ഷെഫ്. കുറച്ച് അതിൻ്റെ പുറത്തൊരു സ്പൈസി സോസും ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ വെന്താൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അത് ഇച്ചിരി നല്ല കട്ടി ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം അല്ലേ ട്രൈ ചെയ്യുന്നത്. ഇത് സിറിയൽസിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. നമുക്ക് പാലിൽ ഇതൊക്കെ ഇട്ട് കഴിക്കാം. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കോർണർ എന്ന് വേണേൽ പറയാം. ഓട്സ് ബാർ അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും എടുത്തില്ല കേട്ടോ. ഇവിടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. പിന്നെ കുറേ യോഗർട്ടും വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂബെറി യോഗർട്ട്, സ്വീറ്റ് യോഗർട്ട്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് സാൻഡ്വിച്ചിന് ഫില്ല് ചെയ്യാനുള്ള ഹാമും ഫെറ്റ ചീസും മില്ലറ്റ് സാലഡും, സാലഡിൻ്റെ ഒക്കെ ഒരു കോർണറായിരുന്നു ഇത്. ആ സെക്ഷനിൽ കുറച്ച് വാട്ടർമെലൻ്റെ പീസസും മില്ലറ്റിൻ്റെ സാലഡും പിന്നെ ബ്ലൂബെറി യോഗർട്ടും സ്വീറ്റ് കോണുമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.